ഇറ്റ്സ് വെരി സ്ട്രോങ്, സേഫ് ആണ് സർ. സർ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ വിചാരിച്ചാലും ഇവിടുന്ന് സ്വർണ്ണം എടുക്കാനോ കൊണ്ടുപോകാനോ നിയമം വരാൻ പറ്റില്ല. അതെ സർ. സർ പ്ലീസ്. സർ, നമ്മുടെ നാട്ടിൽ ഏകദേശം 600ഓളം പേരുടെ സേവിങ്സ് അക്കൗണ്ട് നമ്മുടെ ഈ ബ്രാഞ്ചിലുണ്ട്. ആ അക്കൗണ്ടുകൾ വഴി സാറിന്റെ സ്വർണം പണയം വെക്കാം. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് സ്കീം അനുസരിച്ച് 90% പണം കിട്ടും. യെസ് സർ. പണം വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലീഗൽ നോ സർ. ഇത്രയും സ്വർണം ഒരുമിച്ച് വന്ന നിങ്ങളുടെ ഉന്നതാധികാരിക്ക് സംശയം തോന്നില്ലേ? ചെറിയ സംശയം തോന്നും സർ, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. സർ, അതിനൊരു വഴിയുണ്ട്. എന്താ അത്? സർ, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കയ്യിലുള്ളതുകൊണ്ട് പല ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് സ്വർണം പണയം വെപ്പിക്കും. ആർക്കും സംശയം തോന്നും. അത് ശരിയാ. എന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഗുണമുണ്ടാവും. ഇല്ല സർ, അതൊന്നും പേടിക്കണ്ട. ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാ. എനിക്ക് വിശ്വാസമായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? 600ഓളം പണയ രസീതുകൾ നമുക്ക് റെഡിയാക്കണം. ഇന്ന് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച രാത്രി നമുക്ക് ചെയ്യാം സർ. വ്യാഴാഴ്ച ശരി. ബട്ട് തന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അളന്നു തൂക്കി വേണം പണയ രസീതുകൾ റെഡിയാക്കാൻ. കൃത്യമായി 150 കിലോ സ്വർണത്തിനുള്ള പേപ്പറുകൾ റെഡിയാക്കണം. അയാൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി സ്വർണവുമായി ബട്ട് എടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ ബാങ്കിന് അവധി കൊടുത്ത് ലോക്കറിലെ സ്വർണവുമായി നമ്മൾ ഇവിടുന്ന് മുങ്ങും. ഇതാണ് എൻ്റെ പ്ലാൻ. വേറെ വല്ലവർക്കും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയാലോ. ബട്ട് പോയ ശേഷം നമ്മളെല്ലാവരും സ്വർണം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ് വിജയ് പറയുന്നത്. പക്ഷെ എന്തോ എനിക്കയാളെ വിശ്വാസമില്ല. അയാളുടെ മനസ്സിലെന്താന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വിഷ്ണു. വ്യാഴാഴ്ച ബട്ടിന്റെ സ്വർണം വന്ന വിജയ്ക്ക് നമ്മുടെ ആരുടെ ആവശ്യമില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ വേണം. രക്ഷപ്പെട്ടാലും ഈ കേസിനകത്തു നിന്നൊക്കെ നമ്മൾ എത്ര നാൾ ഒളിച്ചു നടക്കുമെന്ന് വെച്ചിട്ടാ. വിജയ് സാറാ. ലൗഡ് സ്പീക്കറിലിട്. ഹലോ സാർ. ലക്ഷ്മി, പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, സാറ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഇനി നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? സർ, സ്വർണം വരുന്നത് വരെ നമ്മൾ ബാങ്കിൽ വെയിറ്റ് ചെയ്യണം. സ്വർണം ബാങ്കിൽ എത്തിയ ശേഷം വിജയെ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തിന്? അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. സാർ, ലക്ഷ്മിയും കൂട്ടി പോയി. ചാക്കോ, റഹീം, നമുക്ക് കുറച്ച് പണിയുണ്ട്. വേഗം വേഗം സമയമില്ല, വേഗം. ബട്ട് ഇറങ്ങിയെന്ന് വിജയ് സാറിനെ വിളിച്ച് പറഞ്ഞു. പോയി ലോക്കർ തുറക്കാം. റെസിപ്റ്റ്സ് ഒക്കെ റെഡിയില്ലേ? ശരി. വരൂ. എടുത്തോ. ഓ, വേഗം പിടിക്കാം. നിങ്ങൾ പുറത്ത് തന്നാ മതി പ്ലീസ്.
നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള എല്ലാവരുടെ പേരിലും സ്വർണം വെച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ വെക്കാൻ പറ്റില്ല. 3 ദിവസം കഴിഞ്ഞ ഇൻസ്പെക്ഷൻ. എന്താ ഇൻസ്പെക്ഷനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? ബാക്കിയുള്ള സ്വർണ്ണം ഇവിടെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, മാനേജ് ചെയ്തോളാം. അല്ല സാർ, ഈ ഇൻസ്പെക്ഷൻ സമയത്ത് കണക്കിൽപ്പെടാത്ത സ്വർണം ഇവിടെ ഇരുന്ന അത് പ്രശ്നമാവില്ലേ? പ്രശ്നോ? എന്തോ പ്രശ്നം? ഇല്ല സാർ, ഒരു പ്രശ്നമില്ല. സാർ, ഈ അവധി കഴിഞ്ഞ് വരുന്ന ദിവസം ഒരു ഓഡിറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരം ഈ ബാക്കി സ്വർണ്ണം ഇവിടെ നിന്നല്ലാതെ കുഴപ്പത്തിലാവില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഇല്ല സാർ, ഞാനത് വിജയ് സാർ ഇന്ന് രാത്രി തന്നെ ബാക്കിയുള്ള സ്വർണം സോണൽ ഓഫീസിൽ കൊണ്ടുപോയി പണയം വെക്കുവാണെങ്കിൽ കാര്യങ്ങൾ സേഫാവും. ആ ആ, അത് ശരിയാ സാർ. ഇന്ന് രാത്രി ഒന്നും പറ്റില്ല. ഇത്രയും സ്വർണം കൊണ്ട് മംഗലാപുരം വരെ പോകാൻ പറ്റുമോ? പോലീസ് ഒക്കെ ഉണ്ടാവും സാർ. ഇതെന്റെ സ്വർണ്ണമല്ലേ? ഞാൻ വരാ കൂടെ. പോലീസ് ഇല്ലാത്ത വഴി എനിക്കറിയാം. ആ അത് നല്ല ഐഡിയ സാർ. ലോക്കർ കുട്ടിക്ക് തന്നെ. രാഘവ, ഓ കാശ് കയ്യിൽ വരുന്നവരെ എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇതിനകത്ത് അതുവരെ ഈ കീ എൻ്റെ കയ്യിൽ. ഭദ്രമായി നോക്കിക്കോണം.